പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഒക്ടോബർ 25, 2025. നല്ല ഒരു ദിവസമാകട്ടെ അവർക്കും. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല വണക്ക മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളോട് നമ്മൾ ഏറ്റവും അടുത്ത് വരുമ്പോൾ ഇന്ന് മാതാവിനെക്കുറിച്ച് 2-3 കൊച്ചു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അവൾ ഈശോയെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. ലൂക്കാ സുവിശേഷകൻ്റെ തുടക്കത്തിലാണത്. പിതാവും മറിയവും അത്ഭുതപ്പെട്ടു. ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്, അത്ഭുതനായ ശിശു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് പാരമ്പര്യത്തിൽ നിന്നാണ്. എന്നാൽ അത്ഭുത ശിശുവാണ് എന്ന് നമ്മൾ ക്രിസ്മസിനൊക്കെ വിളിച്ച് പറയാറുണ്ട്. 2, മറിയം ഉത്കണ്ഠപ്പെട്ടു. അത് ദേവാലയ സമർപ്പണ സമയത്താണ്. ഇത് രണ്ടും, അത്ഭുതവും ഉത്കണ്ഠയും 2 ക്രിയകളാണ്. ഇനി അടുത്തതും, അവൾ ദൈവത്തെ സ്തുതിച്ചു. ഈ 3 വാക്യങ്ങൾ നമുക്കൊന്ന് ക്രോഡീകരിച്ച് നോക്കി. അതായത് അവൾ ഉത്കണ്ഠപ്പെടുക, അത്ഭുതപ്പെടുക. ആരെക്കുറിച്ച് അത്ഭുതപ്പെട്ടത്? അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. പരിശുദ്ധ കന്യകമറിയം ഉത്കണ്ഠപ്പെട്ടതും അത്ഭുതപ്പെട്ടതും താൻ ജന്മം കൊടുത്ത, അല്ലെങ്കിൽ തന്നിലൂടെ ദൈവം തന്നെ ഒരു ഉപകരണമാക്കി ലോകത്തിലേക്ക് കൊണ്ടുവന്ന ശിശുവിനെക്കുറിച്ചാണ് മറിയം അത്ഭുതപ്പെട്ടത്. മറിയം ഉത്കണ്ഠാകുലരായത്. ഈശോ ഈ വാക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ആകുലപ്പെടേണ്ട. ആകുലപ്പെട്ടതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടാൻ സാധിക്കുമോ? മറിയം ഉത്കണ്ഠപ്പെട്ടത് നാളെ എന്ത് കിട്ടുമെന്നോ നാളെ എന്ത് ധരിക്കുമെന്നോ എന്നതിനെക്കുറിച്ചല്ല, നാളെ എന്ത് ഭക്ഷിക്കുമെന്നോ എന്നതിനെക്കുറിച്ചുമല്ല. അവൾ ഉത്കണ്ഠപ്പെട്ടത് തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ തൻ്റെ, എന്ന് വെച്ചാൽ ഒരു ദിവസം തൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ കൺമുമ്പിൽ നിന്ന്, എൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, എൻ്റെ സ്പർശനത്തിൽ നിന്ന്, എൻ്റെ ഭക്ഷണത്തിൽ നിന്ന്, എൻ്റെ കരുതങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ ഈശോ? ആ ഒരു അസ്തിത്വ ദുഃഖം നഷ്ടപ്പെട്ടോ അവൻ നഷ്ടപ്പെട്ടോ എന്ന ഉത്കണ്ഠ. ഇതായിരിക്കണം നമ്മളെയും പലപ്പോഴും നയിക്കുന്നത്. അവൻ നഷ്ടപ്പെടുക എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ നഷ്ടപ്പെടുക എന്നതാണ്. അത് അല്പം കൂടെ ആഴമായി ചിന്തിച്ചാൽ മനസ്സിലാവും. അതായത് ദൈവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് നമുക്ക് ചിന്ത വരുമ്പോൾ തിരിച്ച് ചിന്തിക്കുക, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് നമുക്ക് ദൈവം നഷ്ടപ്പെടുന്നത്. അപ്പം നമുക്ക് ആകുലതയുണ്ടാവും. രാത്രി ഭയങ്കര കുറ്റാക്കൂരിട്ട് നടന്നു പോവുകയാണ്. ഒരല്പം വെളിച്ചം മുന്നിലുണ്ട് നടന്നു പോകുമ്പോഴെങ്കിൽ നമുക്കൊരു ചെറിയ മനബോധ്യവും മനസാന്നിധ്യം ഉണ്ടാവും, എൻ്റെ പിന്നാലെ നടക്കാം. എന്നാൽ ഇതൊരു ശബ്ദം കൂടെ ആകുമ്പോഴോ നമുക്ക് കുറച്ചുകൂടെ ഉറപ്പാവും, എൻ്റെ കൂടെ പോകാം, ശബ്ദമുണ്ട്. ഇത് തന്നെയാണ്. പക്ഷെ ഒരു നല്ല കാട്ടിനകത്ത് അടുത്തെത്തുമ്പോൾ ഈ ശബ്ദവും വെളിച്ചവും ഇല്ലാതായാൽ നമുക്ക് അസ്വസ്ഥയുണ്ട്, ഉത്കണ്ഠയാണ്. കാരണം എന്താ? നമ്മളിലല്ലായിരുന്നു ആശ്രയിച്ചത്. ആ വെട്ടത്തിലും ആ ഒരു ശബ്ദത്തിലുമായിരുന്നു ആശ്രയിച്ചത്. ഈ ശബ്ദവും വെട്ടവും ഇല്ലാതാകുമ്പോൾ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥയുണ്ടാകും. ഇത് ഉത്കണ്ഠയാണ്. കാരണം എന്നെ നയിച്ചുകൊണ്ട് പോയവൻ എവിടെയും ഇല്ലാതായി. ഇനിയും ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ ചെയ്യുക. ഈ വെളിച്ചത്തിൽ നിന്നും ഈ ശബ്ദത്തിൽ നിന്നും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ശക്തി സംഭരിക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കായാലും നിങ്ങൾ വിഷമിക്കത്തില്ല. കാരണം എന്തെന്നറിയോ? നിങ്ങളുടെ കൂടെ അവനുണ്ട് എന്ന ചിന്ത. അതാണ് ഉത്കണ്ഠപ്പെടുക എന്നത്. നമ്മളെക്കുറിച്ചും ഈശോയെക്കുറിച്ചും, അതായത് എൻ്റെ ഈശോയുടെ സാന്നിധ്യം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന ഒരു ഉത്കണ്ഠയാണ്, അല്ലാതെ ഇല്ലായ്മയെക്കുറിച്ചല്ല. പിന്നെ അത്ഭുതപ്പെടുക. നമ്മൾ അത്ഭുതം എന്ന് പറയുന്ന പ്രകൃതിക്ക് അനുയോജ്യമാണോ അല്ലെങ്കിൽ പ്രകൃതിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതോ? എരിയുന്ന മുൾപ്പടർപ്പിൽ മോശ ദൈവത്തെ ദർശിച്ചു. അത് അത്ഭുതമായിട്ടാണ് നമ്മൾ കാണുന്നത്. കടലിന് മീതെ ഈശോ നടന്നു. അത് അത്ഭുതമായിട്ടാണ് കാണുന്നത്. 5 അപ്പം മാത്രം കയ്യില്ലേ, 7 അപ്പം മാത്രം, 7,000 പേർ കൊടുത്തു. നമ്മൾ അത്ഭുതമായിട്ടാണ് കാണുന്നത്. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന അത്ഭുതമാണത് നമുക്ക്. ഈ അത്ഭുതങ്ങൾ ചില മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ജെറമിയ ഏശയ്യായുടെ പുസ്തകമൊക്കെ എടുത്താൽ, അല്ലെ ആമോസ് എടുത്താൽ, ആമോസാണ് ഏറ്റവും തീക്ഷ്ണതയുള്ള പ്രവാചകൻ. പലരും ജെറമിയാണെന്ന് ചിന്തിക്കല്ല. ആമോസിൻ്റെ കാർക്കശ്യമുള്ള വാക്കുകളുടെ അത്രയും കാർക്കശ്യത്തോട് ഉപയോഗിച്ചിട്ടുള്ള ആമോസും ഓസിയായും പോലെ ആരും ഉപയോഗിച്ചിട്ടില്ല. അല്ലെങ്കിൽ എടുത്ത് വായിച്ചോളൂ, ബൈബിൾ പഠിക്കുന്നവരെന്ന് വായിച്ചോളൂ. അപ്പോൾ ഈ
അവർക്കൊക്കെ വളരെ വളരെ മനസ്സിന് ദൃഢചിത്തതയുണ്ട്. ഈ അത്ഭുതങ്ങൾ കണ്ട് അത്ഭുതങ്ങൾ ദാനിയേൽ സിംഹക്കുഴിയിൽ അകപ്പെട്ടു. വേറെ ഒന്നും ചിന്തിച്ചില്ല. അത് വിശന്ന് വലഞ്ഞു കിടക്കുന്ന സിംഹം അവനെ തിന്നുമെന്നാണ് ചിന്തിച്ച് അത്ഭുതപ്പെട്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അത്ഭുതങ്ങൾ ചിലരുടെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കും, ചിലരുടെ ജീവിതത്തിൽ വളരെ സാവധാനം സംഭവിക്കുന്നത്. അത്ഭുതങ്ങൾ കണ്ട് നിൻ്റെ കണ്ണ് ഒരുപാട് അസ്വസ്ഥമാകുകയും വേണ്ട, ഒരുപാട് ആഹ്ലാദിക്കുകയും വേണ്ട. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേകതയായിരുന്നു അത്ഭുതപ്പെടുക. താൻ അത്ഭുതപ്പെട്ടത് മനസ്സിലാണ്, കർത്താവിനെ കണ്ടതിലുള്ള അത്ഭുതം. നമുക്കും ഈശോയെ കണ്ടതിലുള്ള അത്ഭുതത്തിലേക്ക്, ഈശോയെ സ്വീകരിച്ചതിലുള്ള അത്ഭുതത്തിലേക്ക് പോകാം. ഇനിയും അടുത്തത് ദൈവത്തെ സ്തുതിക്കുക. വാട്ട് ഈസ് ദ പ്രൈം ഡ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്ന് വെച്ചാൽ ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതിയൊന്നും ആവശ്യമില്ല. എന്തിനാണ് നീ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു കാര്യമില്ല. പക്ഷേ പ്രയർ ഈസ് മൈ കോൺഫിഡൻസ് എന്ന് ഞാൻ ആക്കുന്നത്. ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത് എന്നിൽ ഈ ദൈവം നൽകിയിരിക്കുന്ന ഒരാത്മബോധവും ആത്മവിശ്വാസവും. എന്നാൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ ഈ ആത്മബോധവും ആത്മവിശ്വാസവും അത്ഭുത പരതന്ത്രതയും എന്ന് വെച്ചാൽ അത്ഭുതത്തെ കാണാനല്ല നമ്മൾ ജീവിക്കുന്നത്, പക്ഷേ ചില അത്ഭുതങ്ങളൊക്കെ മനുഷ്യജീവിതത്തിൽ സംഭവിക്കും. പ്രതീക്ഷിക്കാത്ത ചില നാമ്പുകളൊക്കെ പൊട്ടി വരും. അപ്പോൾ അവിടെ സന്തോഷിക്കുക. അതോടൊപ്പം തന്നെ ദൈവം നഷ്ടപ്പെട്ടു പോയാൽ നീ എന്ത് സ്വന്തമാക്കിയാൽ, യേശുടെ വാക്ക, ലോകം മുഴുവൻ നേടിയാൽ നിൻ്റെ ആത്മാവിന് നഷ്ടമാക്കിയാൽ നിനക്ക് പ്രയോജനമില്ല. നന്മയോടെ നിർത്തുന്നു. ജോൺസൺ കരൂർ.